കാന്താരി തിങ്കളും കലിപ്പൻ പാച്ചവും. രചന മാധുര്യ. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഇത്രയും സൗന്ദര്യമൊക്കെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കായിരുന്നു പ്രമീനി. എനിക്ക് നിന്നെ മുഴുവനായി കടിച്ചു തിന്നാൻ തോന്നുന്നു പെണ്ണേ. പറച്ചിലിനൊപ്പം ഇട്ടിരുന്ന ഷർട്ട് പെട്ടെന്ന് ഊരി മാറ്റിയവൻ അവന്റെ ആ പഞ്ചാര വാക്കിൽ പൂത്തെടുത്ത് നിൽക്കുന്നവരുടെ അരക്കെട്ടിൽ പിടിച്ച് ദേഹത്തേക്ക് വലിച്ചേർത്തു. അവരുടെ ഉടലളവുകളെ ഒന്നായി ഞെരിച്ചമർത്തി വരിഞ്ഞു മുറുക്കിയവൻ കെട്ടിപ്പിടിക്കുമ്പോൾ സീൽക്കാരത്തോടെ പ്രമീളയെ അവനെ ചുറ്റിപ്പിടിച്ചു. എനിക്ക് മുഴുവനായിട്ട് വേണം നിന്നെ. ഇനിയും കാത്തു നിൽക്കാൻ വയ്യ. അവരെ ചുംബിച്ച് തളർത്തി കരലാളനകളിലേക്ക് പുളകം കൊള്ളിച്ചവൻ അവരുമായി ആ കുഞ്ഞുമുറിയിലെ കട്ടിലേക്ക് മറിഞ്ഞു വീണു. സാരിയും ബാക്കി വസ്ത്രങ്ങളും അവർ ഇരുവരിൽ നിന്ന് എപ്പോഴും അഴിഞ്ഞു മാറി. അവന്റെ ആവേശത്തിൽ വേദനിപ്പിക്കലിലെല്ലാം തന്റെ ശബ്ദങ്ങൾ ആ മുറി വിട്ട് പുറത്തേക്ക് പോവാതിരിക്കാൻ പ്രമീള പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. മതിരഞ്ജി. തന്റെ മാറിൽ അമർന്നിരിക്കുന്നവന്റെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് പ്രമീള തളർന്ന സ്വരത്തോടെ അവനെ നോക്കി. മതിയാവില്ല പ്രമീ എനിക്ക്. അവരെ ഒന്നുകൂടി ഞെരിച്ചമർത്തി അവൻ. സമയം ഒരുപാടായി, 2:30 കഴിഞ്ഞിരിക്കുന്നു. വെളുപ്പിന് 4 മണിയോടെ ഈ പരിസരത്തുള്ളവർ എഴുന്നേക്കും. അതിന് മുന്നേ പോയില്ലെങ്കിൽ പ്രശ്നമാകും. അവന് ദേഹത്തുനിന്ന് മാറ്റി അവന്റെ ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചവർ താഴെ കിടക്കുന്ന സാരി ഒന്നിനി ചുറ്റാതെ ഒരു നൈറ്റ് എടുത്തിടുന്ന് നോക്കി അവൻ കട്ടിൽ തന്നെ കിടന്നു. അവന്റെ നോട്ടത്തിൽ വീണ്ടും അവർ നാണത്തോടെ മുഖം താഴ്ത്തുമ്പോൾ ചുണ്ടിൽ നിറഞ്ഞ പുച്ഛം മറച്ചവൻ എഴുന്നേറ്റ് ഡ്രസ്സ് എടുത്തിട്ടു. ഇനി എന്നാ നമ്മളൊന്നും ഇങ്ങനെ നിന്നെ വിട്ടിട്ട് പോകാൻ തോന്നില്ല പെണ്ണെ എനിക്ക്. ആഗ്രഹത്തോടെ അവൻ പിന്നെ അടുത്തേക്ക് വന്ന് പറയുമ്പോൾ പ്രമീള അത്രയധികം സ്നേഹത്തോടെ അവനെ നോക്കി. അമ്മയിടക്കൊക്കെ ബാമിയുടെ വീട്ടിലേക്ക് പോകും, ഞാനപ്പോൾ വിളിക്കാം. ഇപ്പൊ ചെല്ലു രഞ്ജി. ആളവന്റെ കവിളിൽ തലോടി പറഞ്ഞു നിർത്തുമ്പോൾ നിരാശ തോന്നിയെങ്കിലും ഇന്ന ദിവസം ഇത്ര സമയം അവർ അനുഭവിക്കാൻ കിട്ടിയ സന്തോഷമുണ്ട് അവന്. ലൈംഗികതയോട് ഒരുതരം ഭ്രാന്ത് പോലെയുള്ള വ്യക്തിയായിരുന്നു അവൻ. പ്രമീള അവനോട് അടുപ്പമുള്ള സ്ത്രീകളിൽ ഒരാൾ മാത്രമാണ്. മുറിയുടെ വാതിൽ തുറന്നിട്ടും പോവാതെ തന്നെ നോക്കി നിൽക്കുന്നവനെ കണ്ട് പ്രമീള പിന്നെയും ചിരിച്ചു. ഒന്ന് പോച്ചേക്ക. അവനെ ഉന്തിത്തള്ളി പുറത്തേക്കാക്കാൻ അവർ നോക്കുമ്പോൾ തിരിഞ്ഞെന്നവൻ വീണ്ടും അവർ ആഞ്ഞു പുണർന്ന് പിടിച്ചിരുന്നു. എന്തോ ഒരു ദുസ്വപ്നം കണ്ട പോലെ ഞെട്ടുണ്ടെന്നാണ് തിങ്കൾ. തൊണ്ട വറ്റി വരേണ്ട ദാഹം. കട്ടിലിനടുത്തുള്ള ചെറിയ ടൈം പീസിലേക്ക് നോക്കുമ്പോൾ സമയം 2:45. അടുത്ത് കിടക്കുന്ന താരയെ നോക്കുമ്പോൾ അവൾ നല്ല ഉറക്കമാണ്. തിങ്കൾ എഴുന്നേറ്റ് ചാരിയിട്ടിരുന്ന വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അടുക്കളയിൽ ചെന്ന് മൂടിവെച്ച കലത്തിൽ നിന്ന് കരിങ്ങാറിയിട്ട് തിളപ്പിച്ച വെള്ളമെടുത്ത് കുടിച്ചവൾ ഒന്ന് ആശ്വസിച്ചു. വിയർത്തു പോയ മുഖമൊന്ന് അമർത്തി തുടച്ച് അഴിഞ്ഞുലഞ്ഞു പോയ മുടി ചുറ്റിക്കെട്ടിച്ചവൾ ഒരു നിമിഷം അവിടെ തന്നെ നിന്നു. പെട്ടെന്ന് അവിടെയുള്ള നിശബ്ദതയിൽ എവിടുന്ന ഒരു സ്വരം. അടക്കി പിടിച്ച മൂളലും കുറുകലും. ശ്വാസം അടക്കി പിടിച്ചവൾ പേടിയോടെ ചുറ്റുമൊന്ന് നോക്കി. പതിയെ ഹാളിലേക്ക് അവളുടെ കാലുകൾ ചലിച്ചു. മതി രഞ്ജി, ഒന്ന് പോ. പിന്നെയും പിന്നെയും തന്നോട് ചേർന്ന് വരുന്നവനെ തള്ളി മാറ്റി നൈറ്റിയുടെ സിബ് കയറ്റിയിട്ട് പ്രമീള നേരെ നോക്കിയത് അടുക്കള വാതിൽ തറഞ്ഞേൽക്കും തന്റെ മകളുടെ നേരെയാണ്. ഇരുവരുടെയും ആകെ ഉലഞ്ഞുപോയ കോലം, പ്രമീളയുടെ നെറ്റിൽ പരന്നിടക്കുന്ന കുങ്കുമപ്പൊട്ടും അവരുടെ ഞെട്ടിയുള്ള നിൽപ്പും ഭാവം കണ്ടുകഴിഞ്ഞാൽ 19 വയസ്സുള്ള പെൺകുട്ടിക്ക് എന്തായിരിക്കും ഇവിടെ നടന്നിരുന്നെന്നറിയാൻ വലിയ പ്രയാസമൊന്നുമില്ലല്ലോ. തങ്ങളുടെ അച്ഛനോടൊപ്പം കഴിഞ്ഞ തങ്ങളുടെ വീട്ടിലെ അതേ മുറിയിൽ വെച്ച് മറ്റൊരു പുരുഷനൊപ്പം ഒരു മകളും കാണാൻ ആഗ്രഹിക്കാത്ത സാഹചര്യത്തിൽ സ്വന്തം അമ്മയെ കണ്ട് തിങ്കളൊരു നിമിഷം വെന്തുരുകി നിന്നു അവിടെ. ശരീരമാകെ തളർന്ന് ഏറിയ നെഞ്ചിരിപ്പോടെ ഒരു താങ്ങിനായി അവൾ ആ കട്ടിലപ്പടിയിലേക്ക് ചായുമ്പോൾ കണ്ണുകൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകി. അടുത്ത നിമിഷം എവിടെ നോക്കിയിട്ടേ ഊർജ്ജത്തിൽ വാശിയോടെ അവൾ ആ കണ്ണ് രണ്ടും അമർത്തി തുടച്ച് മുന്നിൽ നിൽക്കുന്നവർ ദയിപ്പിക്കുമ്പോൾ ഒരു നോട്ടം നോക്കി. പ്രമീള ഉള്ളിൽ നിറഞ്ഞ അപമാനത്തോടെയും സങ്കടത്തോടെയും ഭയത്തോടെയുമാണ് സ്വന്തം മകളെ നോക്കുന്നത്. തിങ്കളിന്റെ മുഖത്ത് അവരെ കൊല്ലാനുള്ള ദേഷ്യത്തിനൊപ്പം അറപ്പും വെറുപ്പും നിറഞ്ഞു. പതിയെ സമയമെടുത്ത് തന്റെ മക്കളോട് രഞ്ജിത്തിനോട് തനിക്കുള്ള ഇഷ്ടം പറയാമെന്ന് തന്നെയാണ് പ്രമീള കരുതിയിരുന്നത്. കാരണം അവനെക്കുറിച്ച് താൻ വിശ്വസിക്കും പോലെ മറ്റുള്ളവർ വിശ്വസിക്കുകയില്ലല്ലോ. രഞ്ജിത്ത് പാവമാണ്, തനിക്കറിയാം. അവനെക്കുറിച്ച് പലരും തന്നോട് വന്ന് പറഞ്ഞപ്പോൾ രഞ്ജിത്തിനോട് ഇതേപ്പറ്റി പ്രമീള ചോദിച്ചിരുന്നു. എനിക്ക് നീയല്ലാതെ ഇപ്പൊ ആരുമായിട്ട് ഒന്നുമില്ല എന്ന് ഉറപ്പ് പറഞ്ഞപ്പോൾ അവന് വിട്ടുകളയാൻ പറ്റാത്ത അവരുടെ മനസ്സ് അത് സ്വയം വിശ്വസിച്ചു. എന്തിന് കടലിൽ വെച്ച് മറ്റൊരു പെണ്ണിനൊപ്പം അവൻ നിൽക്കുന്ന കണ്ടിട്ടും പ്രമീളയുടെ മനസ്സ് അവനെ അവിശ്വസിക്കാൻ കഴിയാതെ അന്ധയായി പോയതാണ്. ഇനിയിപ്പോൾ ആണുങ്ങളാകുമ്പോൾ കുറച്ച് ബന്ധമൊക്കെ ഉണ്ടാവും, തന്നെയും വിവാഹം കഴിഞ്ഞല്ലേ, അതുകൊണ്ട് സാരമില്ലെന്ന് അവർ സ്വയം അങ്ങ് കരുതി. പിന്നെ ഇങ്ങനെ ഒരു സാഹചര്യത്തിലും രഞ്ജിത്തിനെ വിളിച്ച് അകത്തേക്ക് കയറ്റുമ്പോൾ ആരും അറിയില്ലെന്ന് തന്നെ വിചാരിച്ചവർ. പക്ഷേ ഇപ്പോൾ അവർ അത്രയും ദയനീയമായി തിങ്കളിനെ നോക്കുമ്പോൾ രഞ്ജിത്തിന്റെ നോട്ടം അവൾ അടിമുടി ഒഴിയുകയായിരുന്നു. അടുത്തു നിൽക്കുന്നവളേക്കാൾ 100 ഇരട്ടി സൗന്ദര്യത്തിൽ ഒരു പെൺകുട്ടി, പോരാത്തതിന് കിളുന്ത് പ്രായവും. കറുത്ത നിറത്തിൽ ഒരു ലോങ് ടോപ്പും ഫുൾ ലെങ്ത്തിൽ വെള്ളയിൽ കറുത്ത പുള്ളികൾ വരുന്ന ഒരു പാവാടയുമാണ് അവളുടെ വേഷം. വെളുത്തു തൊടുത്ത് ചെറിയൊരു റോസ് നിറത്തോടു കൂടി അവളെ അവൻ ചുണ്ടുകൾ നനച്ച് നോക്കി. അയാളുടെ കാമക്കണ്ണുകൾ ആർത്തിയോട് അവളിൽ അലയുന്നത് പ്രമീളയും കണ്ടില്ല, തിങ്കളും ശ്രദ്ധിച്ചില്ല. മോളെ, പ്രമീള വിളിച്ചുകൊണ്ട് തിടുക്കത്തിൽ അവൾക്കടുത്തേക്ക് നടക്കാനാഞ്ഞതും എന്നെ അങ്ങനെ വിളിക്കരുത് നിങ്ങൾ, അലറും പോലെയുള്ള അവളുടെ സ്വരത്തിൽ അവർ പിടിച്ചിട്ടിയ പോലെ നീങ്ങും. നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഇങ്ങനെയൊക്കെ ചെയ്യാൻ? ഇല്ല, ഇനി നിങ്ങൾക്ക് ഈ വീട്ടിലൊരു സ്ഥാനമില്ല.
എല്ലാവരെയും അറിയിക്കും ഞാൻ. ഇയാൾക്കൊപ്പം തന്നെ പൊക്കും നിങ്ങൾ. ഇവിടെ വേണ്ട നിങ്ങൾ ആർക്കും. ഉള്ളിൽ പൊട്ടിക്കരയാൻ പാകത്തിന് സങ്കടം അടക്കി പിടിച്ചാണ് അവൾ പറയുന്നെങ്കിലും ഒരു തരി പോലും ഇടറിയില്ല അവളുടെ സ്വരം. ഞാൻ നിന്റെ അമ്മയാണ് നിങ്ങൾ. അമ്മ. ആളൊന്ന് പുച്ചി ചിരിച്ചു. സ്വന്തം മക്കളെ അപ്പുറത്ത് ഉറക്കിക്കിടത്തി എൻ്റെ അച്ഛനൊപ്പം കഴിഞ്ഞ മുറിയിൽ മറ്റൊരുത്തൻ്റെ കൂടെ. എനിക്കത് പറയാൻ തന്നെ അറപ്പാ. ഇനി നിങ്ങൾ ഇവിടുന്ന് അമ്മയാണെന്ന് ഞാൻ നോക്കില്ല. അടിച്ച് പുറത്താക്കുമ്പോൾ ഇറങ്ങി പൊയ്ക്കോടുന്ന്. പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വെട്ടിത്തിരിഞ്ഞു പോയവൾ ആർക്കു മുമ്പിൽ മുറിയുടെ വാതിൽ അത്രയും ശക്തിയിൽ വലിച്ചടക്കുമ്പോൾ മുഖത്തടി കിട്ടിയ പോലെ തരിച്ചു നിന്നു പ്രമീള. പ്രമി. തോളിൽ കൈവച്ചുള്ളവൻ്റെ വിളി. അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. പ്രമി ഇങ്ങനെ സങ്കടപ്പെടാതെ. പെട്ടെന്ന് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒട്ടും പ്രതീക്ഷയാതെ കണ്ട കാഴ്ചയിൽ ഷോക്കായി പോയത് അവള്. അതാണ് നിന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. എന്നാലും രഞ്ജി, അവള് പറഞ്ഞു കേട്ടില്ലേ ഞാൻ അവളുടെ അമ്മയല്ലെന്ന്. അവള് ഞാനിനി മോളേന്ന് വിളിക്കേണ്ടെന്ന്. സങ്കടം കൊണ്ട് വിങ്ങിപ്പൊട്ടി അവർ പറയുമ്പോൾ അവനവരെ കൂടുതൽ ചേർത്ത് പിടിച്ചു. താനിങ്ങനെ കരയാതിരിക്കും പ്രമി. എനിക്കിത് കാണാൻ വയ്യ. നിനക്ക് വേണ്ടി ഞാൻ അവളോട് സംസാരിച്ച് ക്ലിയർ ചെയ്യാനല്ല. അവൾ എൻ്റെ കൂടെ മകളല്ലേ. ഉള്ളിൽ ഉരുത്തിരിഞ്ഞ കുടിലതകൾ മറച്ചു പിടിച്ച് അവൻ പറയുമ്പോൾ പ്രമീളയുടെ കരച്ചിൽ നിന്നു. അവർ അത്യധികം സ്നേഹത്തോടെ അവനെ മുഖമുയർത്തി നോക്കി. തന്റെ മക്കളെ സ്വന്തമായി കാണാനുള്ള അവന്റെ മനസ്സ്. എന്തൊക്കെ വന്നാലും ഇവനെ താൻ വിട്ടുകളിൽ നിന്ന് പ്രമീള ആ നിമിഷം മനസ്സിൽ 100 വട്ടം ഉറപ്പിച്ചു. ഞാൻ സംസാരിക്കട്ടെ. പ്രമീളയുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ പിന്നെയും പറഞ്ഞു. എന്നാ വാരഞ്ചി. വേണ്ട, പ്രമി വരണ്ട. മോൾക്ക് വീണ്ടും ദേഷ്യമാവും. ഞാൻ അവളോട് സംസാരിച്ചില്ല, ഓക്കെ ആയിട്ട് തന്നെ വിളിക്കാം. ഇപ്പൊ പ്രമി പോയി കുറച്ചു നേരം സമാധാനമായിട്ട് കിടക്ക്. അത്രയും ക്ഷീണമുണ്ട് മുഖത്ത്. ആരെ മുറിയിലേക്ക് കൊണ്ടുവന്നായി കട്ടിലെത്തിക്കൊണ്ട് തന്നെയാണ് രഞ്ജിത്ത് അത്രയും പറഞ്ഞത്. അവന്റെ മനസ്സിലെ വിചാരങ്ങളൊന്നും അറിയാതെ അവൻ വിരിച്ച വലയിൽ വീണ് അവന് വിശ്വസിച്ച് തലയാട്ടി അവർ ആ കട്ടിലിരുന്നു. രഞ്ജിത്തിന്റെ മറ്റൊരു മുഖം അറിഞ്ഞിട്ട് പോലും അത് കാണാത്ത പോലെ നടിച്ച് മക്കളുടെ അടുത്തേക്ക് അവനെ വിടാൻ അവർക്ക് യാതൊരു പേടിയും തോന്നിയില്ല. തിടുക്കത്തോടെ ആ മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി രഞ്ജിത്ത്. ആ വാതിലടച്ച് പുറത്തുനിന്ന് പൂട്ടി അയാൾ ഉള്ളിൽ നിറഞ്ഞ മുഖത്തോടെ തിങ്കൾ കയറിപ്പോയ റൂമിലേക്ക് നടന്നു. അമ്മ അറിഞ്ഞ പോലെ മക്കളും അറിയും ഇന്ന് തന്റെ ചൂടും ചൂരും. രഞ്ജിത്തിന് നേരെ ചെന്ന് വാതിൽ മുട്ടി. തുറക്കുന്നില്ല മുറി. 2 പ്രാവശ്യം തട്ടിയിട്ട് മുറി തുറക്കാതെയായപ്പോൾ അവനിൽ നിരാശ നിറഞ്ഞു. എന്നാൽ പതിയെ ആ വാതിൽ പിടിച്ചെള്ളിയെന്നും അത് തുറന്നതേ അവന്റെ മുഖവും വിടർന്നു. ആ മുറിയിലെ വാതിലിന് ലോക്കിലായിരുന്നു. കട്ടിലിരുന്നിരുന്ന തിങ്കൾ അയാൾ മുറിയിലേക്ക് കയറി വന്ന് കണ്ട് ഞെട്ടിക്കൊണ്ട് അവിടുന്ന് എഴുന്നേറ്റു. താരിപ്പോഴും ഉറക്കമാണ്. തിങ്കൾ അവൾ വിളിച്ച് കാര്യങ്ങളൊന്നും പറയാൻ നിന്നില്ല. ഈ രാത്രി അവളെങ്കിലും സുഖമായിട്ട് ഉറങ്ങട്ടെ. രഞ്ജിത്തിന്റെ നോട്ടം അവളിലേക്കും കട്ടിൽ കിടന്നുറങ്ങുന്ന താരയിലേക്കും ഒരുമിച്ചെത്തി. പാവാട സ്വല്പം പൊങ്ങിക്കിടക്കുന്ന താരയുടെ കാലുകളിലേക്ക് അവനെ നോട്ടം പോകും മുന്നേ തിങ്കൾ അവന് മറയായി അവൾക്ക് മുമ്പിൽ കയറി നിന്നു. ആരാണോ നിങ്ങളുടെ ഈ മുറിയിലേക്ക് കയറാൻ പറഞ്ഞ്? ഇറങ്ങണം എന്റെ വീട്ടിൽ നിന്ന്. ചുവന്ന് കലങ്ങിയ മിഴികളാൽ അയാൾക്ക് നേരെ അവൾ ചീറുമ്പോൾ രഞ്ജിത്ത് ചിരിച്ചതേ ഉള്ളൂ. ആ മോളിങ്ങനെ ദേഷ്യപ്പെടല്ലേ. ദേഷ്യപ്പെട്ടാലും എന്തൊരു ഭംഗിയാണെന്നറിയോ മോളെ കാണാൻ. നിർത്തണം. എന്നെ സമ്മതി തെറ്റിക്കാതെ സ്ത്രീയെ വിളിച്ച് ഇറങ്ങിപ്പോ നോക്ക് എന്റെ വീട്ടിൽ നിന്ന്. കിതച്ചവൾ പറയുമ്പോൾ അവൻ ചുണ്ട് കടിച്ചു പിടിച്ച് മോഹങ്ങളടക്കി. എന്റെ മോളെ അമ്മയാണോ ഇങ്ങനെയൊക്കെ വിളിക്കുന്നത്? അതുപോലെ ഞാനും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭാഗമാവേണ്ട ആളല്ലേ. പിന്നെ ഇന്നിവിടെ വന്ന് താനോട് ഞാൻ പറഞ്ഞു നിർത്താൻ. നിങ്ങളുടെ ബന്ധത്തിന്റെ ന്യായീകരണം വിശദീകരണം എനിക്ക് കേൾക്കണ്ട. ഇനിയും താനെങ്കിലും ഇന്ത്യ ചൂലെടുത്തായിരിക്കും ഞാൻ മുഖത്തടിക്കുക. ഉറഞ്ഞു തുള്ളി അയാളുടെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞു നിർത്തുമ്പോൾ മുന്നിൽ നിൽക്കുന്നവരോടുള്ള ദേഷ്യത്തിലും വെറുപ്പിലും മറപ്പിലും നിറഞ്ഞു കവിഞ്ഞ അവളുടെ മനസ്സ്. അത് രഞ്ജിത്തിനും മനസ്സിലായി. സംസാരം കൊണ്ട് ഒട്ടും മെരുങ്ങാൻ വഴിയില്ല അവളെന്ന് അവന് വ്യക്തമായി. മെരിക്കാൻ വേറെ വഴികൾ എൻ്റെ കയ്യിലുണ്ടല്ലോ. രണ്ടും എൻ്റെ കൈകൾക്കുള്ളിൽ കിടന്ന് പിടയും ഇന്ന്. തന്നോട് ഇറങ്ങിപ്പോനാ പറഞ്ഞു. ഉള്ളിൽ നിറഞ്ഞ ഭയം പുറത്തു കാണിക്കാതെ പിന്നെ അവൾ അലറുമ്പോൾ അയാളുടെ മാറിയ മുഖഭാവം തിങ്കളിനും പിടികിട്ടിയിട്ടുണ്ട്. കിടന്ന് തിളക്കാതെ ഇടിവണ്ണായി. നിന്റെ അമ്മയെ വിളച്ച് എനിക്ക് നിന്നെ അടക്കാൻ എത്ര സമയം വേണം? നീ ഇങ്ങ് വാടി മോളെ. അമ്മയെ മയക്കിയത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം. കൈനീട്ടി അവളെ പിടിക്കാനുള്ള അയാളുടെ വരവ് ഞെട്ടി വരച്ച് അവൾ പിന്നോട്ട് പോയി. ഇത്ര പെട്ടെന്നൊരു ആക്രമണം അതും ഈ ഒരു സാഹചര്യത്തിൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവൾ. എന്റെ അടുത്തേക്ക് അങ്ങനെ വന്നാൽ കൊന്നുകളെ ഞാൻ. ഇറങ്ങി പോണ പട്ടി. എന്നാൽ ധൈര്യം വീണ്ടെടുത്ത് ചീറിയവൾ. അങ്ങനെ ഇറങ്ങിപ്പോവാനല്ലല്ലോ മോളെ ഞാൻ വന്നത്. നിന്റെ അമ്മയെ തലയിൽ കയറ്റി വെക്കണമെന്ന് എനിക്കില്ല. അപ്പൊ ഇന്നത്തോടെ ഇവിടുത്തെ ബന്ധം അവസാനിപ്പിക്കുമ്പോൾ മോഹം തോന്നിയല്ല എനിക്ക് കിട്ടണ്ടേ. പറച്ചിലിനൊപ്പം അയാൾ മുന്നോട്ട് വരുമ്പോൾ അമ്മയെ നലറി വിളിച്ചു കഴിഞ്ഞ് തിങ്കൾ. ഈ സമയത്ത് അവരല്ലാതെ തങ്ങളെ രക്ഷിക്കാൻ ആരുമില്ലെന്ന് അവൾക്ക് ഉറപ്പാണ്. അവളുടെ അലർച്ചയിൽ താരം ഞെട്ടി എഴുന്നേറ്റു. ആ അനിയത്തി എഴുന്നേറ്റോ? ചിരിയോടെയുള്ള അവന്റെ സ്വരം. നിമിഷ നേരം കൊണ്ട് തിങ്കൾ ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. ഇയാളെന്താ ചേച്ചി ഇവിടെ? പേടിച്ചു വിറച്ചുകൊണ്ടുള്ള അവളുടെ ചോദ്യം. അയ്യോ മോൾക്കറിയില്ല, ഞാൻ ആ മോളുടെ അമ്മയുടെ പുതിയ സംബന്ധക്കാരൻ. പക്ഷേ എനിക്ക് അമ്മയെ മാത്രം പോരാട്ടോ. വഷളത നിറഞ്ഞ പറച്ചിലിനൊപ്പം അയാളുടെ കണ്ണിൽ കാണുന്ന ഭാവം. തിങ്കളിനൊപ്പം പേടിച്ച് താരയോ അടിമുടി ഉറച്ചു ചേച്ചിക്ക് പിറകിൽ പതുങ്ങി. രണ്ടുപേരും ഒരുമിച്ച് തന്നെ അമ്മയെ വീണ്ടും വിളിച്ചു. കട്ടിലിരുന്ന പ്രമീള ആ വിളിയിൽ ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. ഓടിച്ചെന്ന് വാതിൽ തുറക്കാൻ നോക്കുമ്പോൾ അത് പൂട്ടിയെന്ന് കണ്ട് അവരുടെ നെഞ്ചിൽ വെള്ളിടി വെട്ടി. രഞ്ജി, വാതിൽ തുറക്ക്. എന്താ അവിടെ? എന്റെ മക്കൾ ഇതിലേക്ക് അറിയുന്നേ. അമ്മയുടെ ശക്തിയുള്ള വാതിൽ കൊട്ടിനൊപ്പം അവരുടെ അലർച്ചയോടെ കേൾക്കുന്നുണ്ട്. സ്നേഹമുള്ള ഒരു അമ്മ.
പറച്ചിലിനൊപ്പം അവന്റെ മുഖത്ത് പുച്ഛച്ചിരി, കണ്ണുകളിൽ പൈശാചികത. ശരിക്കും മുന്നിൽ നിൽക്കുന്ന ഒരു ഭ്രാന്തനാണെന്ന് തിങ്കളിനും തോന്നി. പക്ഷെ ആ ഭ്രാന്തിന് ബലിയാടാവാൻ തങ്ങൾക്ക് പറ്റില്ല. ഭയം കൊണ്ട് ബോധം പറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ പോലും ഈ സമയം ധൈര്യം വീണ്ടെടുക്കാൻ തിങ്കളിന് പറ്റുന്നുണ്ടായിരുന്നു. അയാൾക്ക് മുന്നിൽ തോൽക്കില്ലെന്ന ഭാഗത്തോടെ താനിപ്പോൾ പോയില്ലെങ്കിൽ കൊന്നുകളയും ഞാനെന്ന് അവൾ ഒരിക്കൽ കൂടി അലറി. രഞ്ജിത്ത് അതൊട്ടും കാര്യമാക്കിയില്ല. ചിരിയോടെ അവർക്കടുത്തേക്ക് അവൻ വരുമ്പോൾ ആ ചെറിയ മേശയിൽ നിന്ന് ടൈം പീസ് എടുത്ത് അയാൾക്ക് നേരെ എറിഞ്ഞു കഴിഞ്ഞു അവൾ. അതവന്റെ നെറ്റിയിൽ ശക്തിയിലിടിച്ച് താഴേക്ക് വീണതും അവന്റെ മുഖം വേദനയിൽ ചുളുങ്ങി. നെറ്റിയിൽ മുറിവ് വീണിട്ടുണ്ട്. കയ്യിലെ ചോരയിലേക്ക് നോക്കിയതും വലിഞ്ഞു മുറുകി അവന്റെ മുഖം. ഇടിയെന്നൊരു വിളിയോട് അടുത്ത നിമിഷം തിങ്കളുടെ അടുത്തേക്ക് പാഞ്ഞെന്നവൻ അവളുടെ മുടിക്കുത്തിൽ പിടിച്ച് കവിളിൽ ആഞ്ഞടിച്ചതും നിലകിട്ട ആ താരയുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി അവൾ കട്ടിലേക്ക് ശക്തിയിൽ അടിച്ച് വീണു. അയ്യോ ചേച്ചി! അലറിക്കൊണ്ട് താര അവൾക്കടുത്തേക്ക് ഓടുമ്പോൾ അവളുടെ അരക്കെട്ടിൽ പിടിച്ചുപോക്കി അവളെയും അയാൾ കട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. ഇരുവരുടെയും ദേഹത്തേക്ക് ഒരുമിച്ച് അയാൾ അമരുമ്പോൾ കുതിറിപ്പിടയുന്നുണ്ട് രണ്ടുപേരും. വല്ലാത്തൊരു ശക്തിയാണ് അവന്. അവർക്ക് അയാളിൽ നിന്ന് ഊരിപ്പോരാൻ പറ്റുന്നില്ല. അയ്യോ അമ്മേ! താരയുടെ കരച്ചിൽ വല്ലാതെ അവിടെ ഉയർന്നു. രഞ്ജിത്തെ, പാതിരക്കടാ! അതിന് മറുപടി കരച്ചിലോടെ ഇപ്പോഴും പ്രമീളയുടെ ശബ്ദം ആ അടച്ചിട്ട മുറിയിൽ നിന്ന് ഉയരുന്നുണ്ട്. പെടക്കാതെ കിടക്കടി രണ്ടും. ചേച്ചി അനിയത്തി ഒന്നിച്ച് അനുഭവിക്കും ഞാനിന്ന്. പറച്ചിലിനൊപ്പം താരയെ അടക്കി പിടിച്ച് അവിടെ കഴുത്തിലെ ആൾ മുഖാമർത്തി വെച്ച് തിങ്കളിന്റെ ടോപ്പിൽ പിടിച്ച് വലിച്ചു. ചെറുതായി പിന്നി കീറിയവളുടെ ടോപ്പ് തോളിൽ നിന്നിറങ്ങിയതേ സർവ്വശക്തിയും എടുത്ത് അയാളുടെ അടിനാമി നോക്കി തൊഴിച്ച് തിങ്കൾ. അയാളുടെ പിടി അവരിൽ നിന്ന് അയഞ്ഞു. ആ നേരം കൊണ്ട് തന്നെ രഞ്ജിത്തിനെ തള്ളി മാറ്റി തിങ്കൾ പുറത്തേക്ക് ഇറങ്ങി ഓടിക്കഴിഞ്ഞു. അപ്പുറത്തെ മുറിയുടെ വാതിൽ തല്ലിപ്പൊളിക്കുന്ന പ്രമീളെ ശ്രദ്ധിക്കാതെ അടുക്കളയിലേക്ക് ഓടി വാതിൽ തുറന്ന് എങ്ങനെയെങ്കിലും അമ്മായിയുടെ വീട്ടിലെത്തുന്ന ചിന്തയെ അവൾക്ക് ആ നിമിഷം ഉണ്ടായിരുന്നുള്ളൂ. സമയം തെറ്റിയ പോലെ അവൾ ആ വാതിലിൽ ലോക്ക് മാറ്റാൻ നോക്കുമ്പോൾ ചേച്ചി എന്നുള്ള താരയുടെ അലറിവിളി. തിങ്കൾ ഞെട്ടിത്തിരിഞ്ഞ് നോക്കുമ്പോൾ രഞ്ജിത്തിന്റെ കൈക്കുള്ളിലാണ് താര. അവളുടെ ഇടുപ്പിലും മാറിലും വല്ലാത്തൊരു ചിരിയോടെ അയാൾ ശക്തിയിൽ പിടിച്ചമർത്തുമ്പോൾ അലറി കരയുകയാണ് അവൾ. താരു! വാതിൽ തുറക്കാൻ പോയവൾ തിരിച്ച് അവർക്കടുത്തേക്ക് ഓടി വന്ന് അയാളുടെ കയ്യിലും പുറത്തുമായി ശക്തിയിൽ ഇടിച്ചു അവളുടെ പിടിപിടിക്കാൻ നോക്കുന്നുണ്ട്. താരയെ ഒരു കയ്യിൽ അടക്കി പിടിച്ച് മറുകൈ കൊണ്ട് അയാൾ അവളെ ഒറ്റ തട്ടലായിരുന്നു. തെറിച്ചു പോയവൾ അടുക്കളയുടെ സ്ലാബിൽ ചെന്ന് തലയിടിച്ച് വീഴുമ്പോൾ താര അയാളുടെ കയ്യിൽ കിടന്ന് അലറി കരഞ്ഞു. നിനക്ക് സാമർത്ഥ്യം കുറച്ച് കൂടുതലാ. അതുകൊണ്ട് നിന്റെ മുന്നിലിട്ട് ആദ്യം ഈ പൈതലിനെ, പിന്നെ മതി നീ. അയാളുടെ പറച്ചിൽ കേട്ട് ചോരപുരണ്ട നെറ്റിയിൽ കയ്യമർത്തിയവൾ അടഞ്ഞു പോകുന്ന കണ്ണുകൾ ഉയർത്തി അവരെ നോക്കി. വഷളം ചിരിയോടെ പറഞ്ഞ് രഞ്ജിത്ത് താരയുടെ പുറംകഴുത്തിൽ അമർത്തി കടിച്ചു. അവളുടെ കരച്ചിൽ വീണ്ടും ഉയർന്നു. അവിടെ കുതിറിപ്പിടയുന്നവളെ ചുമരിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ ടോപ്പിൽ പിടിച്ച് അവൻ വലിച്ചു കീറി. വെളിവായ താരയുടെ മാറിലേക്ക് ആർത്തിയോടെ രഞ്ജിത്ത് മുഖം അടുപ്പിക്കുമ്പോൾ അവളുടെ കൈ രണ്ടും പിടിച്ചു വെച്ചിരുന്ന കയ്യിൽ കിട്ടിയ ശക്തമായ വെട്ടിൽ അലറിക്കൊണ്ട് അയാൾ തിരിഞ്ഞു. മുന്നിൽ വെട്ടുകത്തിയും പിടിച്ചു നിൽക്കുന്ന തിങ്കൾ വിറക്കുന്ന കൈയും ദയിപ്പിക്കുന്ന നോട്ടമായി നിൽക്കുന്നവളെ കണ്ട് അയാളുടെ കോപം ആളിക്കത്തി. എടീ! രോഷത്തോടെയും പകയോടെ അവൾക്ക് നേരെ പാഞ്ഞെടുത്തും ഒരിക്കൽ കൂടെ തിങ്കൾ കത്തി വീശി. അവന്റെ കഴുത്തിലായിരുന്നു ആ വെട്ടുകൊണ്ടത്. താരയുടെയും തിങ്കളുടെയും മുഖത്തേക്ക് ഒരുപോലെ ആ ചൂട് രക്തം തെറിക്കുമ്പോൾ താര അലറിക്കരഞ്ഞെങ്കിലും തിങ്കൾ മരവിച്ച പോലെയാണ് നിന്നത്. മുട്ടുകുത്തി കഴുത്ത് പൊത്തി പിടിച്ച് നിലത്തേക്ക് ഊർന്നു വീണ് പിടഞ്ഞ് ആ ജീവൻ നിലക്കുന്ന കണ്ണിമൊട്ട തിങ്കൾ നോക്കി നിന്നു. അപ്പോഴേക്കും കീറിപ്പോയ ഡ്രസ്സും കൂട്ടിപ്പിടിച്ച് താര അമ്മയുടെ മുറിയിലേക്ക് ഓടി അവരുടെ വാതിൽ തുറന്നു. അമ്മേ, ചേച്ചി! പൊട്ടിക്കരഞ്ഞ അവൾ അത്രയും പറഞ്ഞുള്ളൂ. പ്രമീള അടുക്കളയിലേക്ക് ഓടി. ചത്തുമറന്ന് കിടക്കുന്ന രഞ്ജിത്തിന്റെ ഡെഡ് ബോഡിക്കരികിൽ നിന്ന് കുറച്ചു മാറി തിങ്കളും ഇരിക്കുന്നുണ്ട്. മോളെ! പകപ്പോടൊരു വിളി വിളിച്ച് അവർ അവൾക്കടുത്തേക്ക് നടന്നു. വരരുത്, കൊല്ലും ഞാൻ! കത്തിയൂണ്ടിയുള്ളവളുടെ പറച്ചിലിൽ അവർ ഞെട്ടി പിന്നോട്ട് മാറി. അത്രയും പേടിപ്പിക്കുന്ന ഭാവമായിരുന്നു ആ സമയം അവളുടെ മുഖത്ത്. കയ്യിലെ ചോരയിലേക്ക് തിങ്കളൊന്നുകൂടെ നോക്കി. പെട്ടെന്ന് ബസ്സിന്റെ നീട്ടിയൊരു ഹോണടിയിൽ അവൾ സ്വപ്നത്തിൽ എന്ന പോലെ ഞെട്ടിയെഴുന്നേറ്റു. ചുറ്റുമൊന്ന് നോക്കുമ്പോൾ ചെറുവത്തേരി എത്തിയിട്ടില്ല. 2 സ്റ്റോപ്പ് കൂടി ഉണ്ട് മോളെ. അവളുടെ നോട്ടം ശ്രദ്ധിച്ചിട്ടാണെന്ന് തോന്നുന്നു കണ്ടക്ടർ അതുവെന്ന് പറഞ്ഞു. തിങ്കൾ കയറിയപ്പോൾ തന്നെ സ്റ്റോപ്പ് എത്തുമ്പോൾ പറയണമെന്ന് അയാളോട് അവൾ പറഞ്ഞിരുന്നു. അത് അവൾക്ക് സ്വന്തം നാട് അറിയാത്തതുകൊണ്ടല്ല, താനയുടെ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായി പല മാറ്റങ്ങളും ഇന്നിവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് ബോധ്യം വന്നുകൊണ്ടാണ്. പുതിയ വീടുകളും കടകളുമെല്ലാം വഴിനീളെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനിയും എന്തെല്ലാം മാറ്റങ്ങൾ കാണേണ്ടി വരുമെന്നറിയാതെ ആൾ ബാഗ് തുറന്ന് ബസ്സിൽ കയറുന്നതിന് മുന്നേ വാങ്ങിച്ച മിനറൽ ബോട്ടിൽ നിന്ന് ഒരു കവിൾ വെള്ളം കുടിച്ചിറക്കി. ബസ് ഒരു സ്റ്റോപ്പിൽ നിർത്തിയിരിക്കുകയാണ്. ഒരമ്മയും കുഞ്ഞും ബസ്സിനകത്തേക്ക് കയറിയിരുന്ന തിങ്കളിനടുത്താണ്. മുന്നിലേക്ക് മെടഞ്ഞിട്ട് അവളുടെ മുടിയിൽ ആ കുഞ്ഞുവാ പിടിച്ചു വലിക്കുമ്പോൾ തിങ്കൾ തലയിരിച്ചൊന്ന് നോക്കി. കൊച്ചരിപ്പലകൾ കാട്ടി അത്രയും നല്ലൊരു ചിരി. തിങ്കളിന്റെ ചൊടികളും ഒന്ന് വിടർന്നു. ഒരുപാടല്ല, സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം കാണാൻ പാകത്തിന് നേർത്തൊരു പുഞ്ചിരി. നല്ല കുറുമ്പിയാ, സോറി കേട്ടോ, കുഞ്ഞിന്റെ അമ്മ പറയുന്നുണ്ട്. അതിനവൾ കണ്ണടച്ച് കാണിച്ചതേയുള്ളൂ. എങ്ങോട്ടാ പോകുന്നേ? ചെറുവത്തേരിയിലേക്കാ? വെറുതെ അവരുടെ ചോദ്യം തലയാട്ടി അവൾ. എന്റെ വീട് അവിടെയാ, പക്ഷെ കുട്ടി അവിടെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ആ പെൺകുട്ടി വിടുന്ന മട്ടില്ല. ഞാനൊരു 7 വർഷം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഓ, പഠിക്കാൻ പോയതാണല്ലേ? അല്ല, ജയിലായിരുന്നു. പുറത്തേക്ക് നോക്കിയവളുടെ മറുപടി. അവളുടെ മറുപടിയിൽ ഒട്ടൊരു ഞെട്ടലോടെ അടുത്തുനിന്ന് വെപ്രാളത്തോടെ അവർ കുഞ്ഞിനെയും എടുത്ത് എഴുന്നേറ്റ് പോകുന്നറിഞ്ഞിട്ടും തിങ്കൾ തിരിഞ്ഞു നോക്കിയില്ല.
ചെറുത്തേരി സോഷ്യൽ ആൻഡ് ആർട്സ് സ്പോർട്സ് ക്ലബിന്റെ വാർഷികാഘോഷമാണ് അടുത്തയാഴ്ച. അതിന്റെ ഭാഗമായി കലാപരിപാടികളുമുണ്ട്. തിരുവാതിര, സിനിമാറ്റിക് ഡാൻസ്, കുട്ടികളുടെ കലാപരിപാടികൾ, അങ്ങനെ കുറച്ചധികം പ്രോഗ്രാംസ്. ഡാൻസ് എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നത് കായലോരത്തെ നർത്തകി, നാട്യകലാവിദ്യാലയത്തിന്റെ നൃത്താധ്യാപിക ചാന്ദിനി ടീച്ചറാണ്. തിരുവാതിര ചെറുതൊന്നുമല്ല, മെഗാ തിരുവാതിരയാണ്. അമ്പലത്തിന് മുന്നിലെ ഗ്രൗണ്ടിലാണ് തിരുവാതിര പഠിപ്പിക്കുന്നത്. എല്ലാവരെയും ഉൾക്കൊണ്ട് പഠിപ്പിക്കാൻ അതാണല്ലോ എളുപ്പം. ആ ഗ്രൗണ്ടിനോട് ചേർന്ന് തന്നെയാണ് ക്ലബ്ബ്. 1-ാം തീയതി ആയതുകൊണ്ട് അമ്പലത്തിലെ പ്രത്യേക പൂജ കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും കുറച്ച് വൈകി. തിരുവാതിര കളിക്കാനായി ആളുകൾ ഗ്രൗണ്ടിൽ നിരന്നു കഴിഞ്ഞു. വേഗം ചെരുപ്പിട്ട് സാരി ഒതുക്കി പിടിച്ച് വേഗത്തിൽ ചാന്ദിനി ക്ലബിനടുത്തേക്കാണ് നടന്നത്. എടാ പാച്ചു! ക്ലബിന്റെ 2 പടികൾ കയറി തുറന്നു കിടക്കുന്ന വാതിനുള്ളിലേക്ക് തലയിട്ട് ക്യാരംസ് കളിക്കുന്നവനെ ഉറക്കി വിളിച്ച് ചന്തു. എയിം ചെയ്തു വെച്ച ക്യാരംസ് കോയിൻ കൃത്യമായി ലക്ഷ്യസ്ഥാനത്തേക്ക് അടിച്ചു തെറിപ്പിച്ചവൻ വാതിൽക്കൽ നിൽക്കുന്ന അമ്മയെ നോക്കി പുരികമുയർത്തി. അവൻ മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ബാക്കി 4 പേരുടെയും ശ്രദ്ധ ചാന്ദിനിയിലേക്ക് എത്തിയിട്ടുണ്ട്. നീ ഇത് അവിടെ വെച്ചേടാ, ദേ തിരുവാതിരയ്ക്ക് എല്ലാവരും വരുന്നു, ഞാൻ വേഗം ചെല്ലട്ടെ. കയ്യിലുള്ള പ്രസാദവും കുഞ്ഞി പേഴ്സും നീട്ടിപ്പിടിച്ചാണ് പറച്ചിൽ. മിതു, അത് വാങ്ങിയടാ. കളിക്കാതെ ജനൽവാതിൽക്കൽ കുത്തിരിക്കുന്നവനോടായി പാർത്തി പറയുമ്പോൾ, ഞാൻ അവനെയല്ല നിന്നെയാ വിളിച്ച്. ചാന്ദിനി പറഞ്ഞിട്ട് മിതു അവിടെ തന്നെ ഇരുന്നു. ഈ അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ എന്ന് പിറുവിറുത്ത് വന്നവൻ അവിടെ കയ്യിൽ നിന്ന് പ്രസാദം വാങ്ങും മുന്നേ വിരൽ തൊട്ടെടുത്ത ചന്ദന അവന്റെ നെറ്റിലായി വരച്ചു കഴിഞ്ഞ ചാന്ദിനി കൈപൊക്കി ആ നിമിഷം തന്നെ അവനത് മായ്ക്കാൻ ഒരുങ്ങുമ്പോൾ, അത് അവിടെയുള്ളതുകൊണ്ട് നിനക്കെന്താടാ പ്രശ്നം എന്നൊരു പറച്ചിലൂടെ അമ്മ അവന്റെ കയ്യിൽ പിടിക്കുമ്പോൾ പിന്നെ ഒന്നും ചെയ്തില്ല അവൻ. പേഴ്സും പ്രസാദവും അവിടെയുള്ള ഷെൽഫിൽ വെച്ച് പാർട്ടി കളിക്കാൻ തന്നെ പോയി നിൽക്കുമ്പോൾ ചാന്ദിനി മിതുവിനെ വിളിച്ച് ഇറങ്ങാൻ നിൽക്കുകയാണ്. തിരുവാതിര പാട്ട് പാടുന്ന കുട്ടികൾ പ്രധാന ഗായിക വന്നിട്ടില്ല. അതുകൊണ്ട് ആ പാട്ടൊന്ന് സ്പീക്കറിൽ വെച്ച് തരാൻ വേണ്ടിയാണ് അവനെ വിളിച്ച് പോകുന്നത്. ഇതുവരെ പഠിപ്പിക്കൽ കഴിഞ്ഞില്ലേ ചന്തു ആന്റി? പ്രണവ് കളിക്കിടയിൽ തന്നെ ചോദിച്ചാണ്. സ്റ്റെപ്പുകളെല്ലാം കഴിഞ്ഞടാ, ഇതിപ്പോ പ്രാക്ടീസ് ചെയ്യുന്ന, അല്ലെങ്കിൽ എല്ലാവരും മറക്കും. അടുത്ത ആഴ്ചയിലെ പരിപാടി. അതും പറഞ്ഞ് അവരങ്ങ് പോകുമ്പോൾ ബാക്കിയുള്ളവർ കളിയിലേക്ക് തന്നെ ശ്രദ്ധ തിരിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.